നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനജി, 1959 ഇടതുപക്ഷ ഗവൺമെൻറ് താഴെ ഇറക്കാൻ വേണ്ടി അമേരിക്കയും ഇന്ത്യയിലെ കേരളത്തിലെ ഭൂഷ സമുദായ സംഘടനകളെല്ലാം ചേർത്ത് ഒരു സമരം നടത്തിയല്ലോ. അതിന് പേരാണ് വിമോചന സമരം. ആ വിമോചന സമരം അന്ന് ഇന്ത്യ ഭരിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ സഹായത്തോടെ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. ആ മന്ത്രിസഭ താഴേറി. അതുപോലെ ഇന്ന് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ഒരു ഭരണമാണ് താഴെ ഇറക്കാൻ ശ്രമിച്ചെങ്കിൽ, ഒരു ഭരണമാണ് പ്രതീക്ഷയെങ്കിൽ, ഇത് മുസ്ലിം ലീഗ് ഇല്ലാത്ത ഒരു ഭരണത്തിന് വേണ്ടി പ്രാദേശിക, ദേശീയ, അന്തർദേശീയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇന്ന് ഏതാണ്ട് 99% UDF അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും ടെക്നിക്കലി ഉണ്ട്, പ്രാക്ടിക്കലുണ്ട്. എങ്കിലും എന്തുകൊണ്ടാണ് LDF അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയൊക്കെ ഉദ്ദേശം വീണ്ടും പിണറായി അല്ലെങ്കിൽ LDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന്? അവിടെയാണ് കളിയുടെ കളി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് വിദേശ ശക്തികൾക്ക് പുറമെ കേരളത്തിലെയും ഇന്ത്യയിലും ചില പ്രതിലോമ ശക്തികളും ചില ഫാസിസ്റ്റ് സംഘടനകളും ചേർന്നിട്ട് മുസ്ലിം ലീഗ് ഇല്ലാത്ത ഒരു ഭരണമാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഇന്നത്തെ കണ്ടീഷനിൽ LDF സാധിക്കുള്ളൂ, BJP തൽക്കാലം സാധിക്കില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മരം അറിയാതെ കൊടിയിട്ടാൽ മരം ഉണങ്ങുമ്പോൾ കൊടിയും പോകും. മനസ്സിലായില്ലേ? ഇവിടെ മരം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, കേരളത്തിൽ UDF. കൊടി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. അപ്പോൾ മരത്തേക്കാൾ ഒപ്പമോ അല്ലെങ്കിൽ ഒരു പിടി മുന്നിലുള്ളതാണ് കൊടി. അപ്പോൾ മരം അങ്ങോട്ട് ഒണങ്ങിപ്പോയാൽ അതിനകത്ത് കയറിയിരിക്കുന്ന കൊടിയും പോകും. അപ്പോൾ കോൺഗ്രസിനെ നശിപ്പിക്കുന്നതോടുകൂടി ലീഗും നശിക്കും. അങ്ങനെ ഏകപക്ഷീയമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും ആ ഭരണ തുടർച്ചയോടുകൂടി തന്നെ കമ്മ്യൂണിസവും തകർന്ന് കോൺഗ്രസ് തകർന്ന് BJPക്ക് ഏകപക്ഷീയമായിട്ട് കേരളത്തിൽ ഭരണം പിടിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്. അതിൽ 100% തെറ്റ് പറയാൻ പറ്റില്ല, പക്ഷെ സാധ്യതകളുണ്ടാണ്. അപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്, ഇതിൽ അടങ്ങിയിരിക്കുന്ന അപകടത്തിൻ്റെ ആഴം വളരെ കണ്ണിങ്ങായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പരുക്കൾ നീക്കിയില്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ അസ്ഥാനത്തല്ല. അത്ര കണ്ട് ഗൂഢമായിട്ട് നടക്കുന്നുണ്ട്. കാരണം ലോകത്ത് ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുണ്ട്. ഒരു 100 ചില മുസ്ലിം രാജ്യങ്ങളുണ്ട് ലോകത്ത്. അവിടെ എല്ലാം മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും മുസ്ലിം രാജാക്കന്മാരുണ്ടെങ്കിലും ഇന്തോനേഷ്യ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണെന്ന് പറഞ്ഞത്. പക്ഷേ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഇന്ത്യയിലാണ്. അത് കണക്ക് കൃത്യമായിട്ട് വന്നിട്ടില്ല. ആ ഇന്തോനേഷ്യയിലെ മുസ്ലിങ്ങളും ഒരു പശുമാർക്ക് എന്ന് പറഞ്ഞാൽ, പശുക്കൾ സാധാരണ ഒരു സാധു ജീവിയാണല്ലോ, അത് സാധുക്കളാണ്. അവർക്കൊരു തീവ്രതയോ ഭീകരതയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല, അവരങ്ങനെ അങ്ങോട്ട് പോകുന്നു. പക്ഷെ അതേ സ്ഥാനത്ത് ഈ 200ഓളം രാജ്യങ്ങളുണ്ടെങ്കിലും ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനാണ് അല്പമെങ്കിലും ശക്തിയും ക്ഷേമുഷിയും ഉള്ളത്. അതിൽ പ്രധാന കാരണം മുസ്ലിം ലീഗിന് തന്നെയാണ്. അതിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടിത ശക്തി തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ആദ്യം പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ സംഘടിത ശക്തി നല്ലത് തന്നെ. പക്ഷെ അതിൽ മുസ്ലിം എന്ന പേര് മാറ്റി ഒരു ദേശീയ ധാര എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മുഖ്യമന്ത്രി ആകാം. ആ വർഷമല്ല ഇപ്പോൾ ഞാൻ സംസാരിച്ചത്. അത് പലവാനും പറഞ്ഞില്ല, ഇനി പറയുന്നില്ല, ഇനിയിപ്പോൾ അത് പ്രസക്തമല്ല. അങ്ങനെ മുസ്ലിം ഒരു ആധിപത്യമല്ല, ഒരു ശക്തിയുള്ള ഒരു വിഭാഗം ലോകത്തുണ്ടെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങളാണ്. അതിനെ ഒതുക്കുക അല്ലെങ്കിൽ ആ ശക്തി ഇല്ലാതാക്കുക എന്നുള്ളത് ലോകത്തിൽ ചില വമ്പൻ രാഷ്ട്രങ്ങൾക്കും ചില ഫാസിസ്റ്റുകൾക്കും ചില ഭീകരവാദികൾക്ക് ആവശ്യമാണ്. അതിൻ്റെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിൽ മുസ്ലിം ലീഗുകളുടെ ഭരണം. 2 ടേമായിട്ട് മുസ്ലിം ലീഗ് ഇല്ല ഭരണത്തിൽ. 3ാമത്തെ ടേം കൂടി ഇല്ലെങ്കിൽ അത് നശിച്ചു പോകും, കോൺഗ്രസ് നശിക്കും എന്നുള്ള ഇതിലാണ്. അങ്ങനെ കരുക്കൾ തീർക്കേണ്ടത്. ഇത് എന്തുമാത്രം മുസ്ലിം ലീഗും കേരളത്തിലെ കോൺഗ്രസും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എനിക്ക് സംശയമാണ്. അതനുസരിച്ചുള്ള കരുതീക്കളല്ല കോൺഗ്രസും ലീഗൊക്കെ ചെയ്യുന്നത്. ലീഗ് കേവലം കുറച്ചുകൂടി സീറ്റ് കിട്ടി കൂടുതൽ സീറ്റുകൾ നേടാൻ എന്തൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഏതാണ്ട് അതിനോട് വഴങ്ങി പോവുകയും ചെയ്ത്. അതല്ല സത്യം. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ
എണ്ണം ആകെയുള്ള മുസ്ലിങ്ങളിൽ 1/3 അല്ലെങ്കിൽ 4/1 ലീഗിന് ബാക്കി പുറത്ത് കിടക്കുന്നത്. അവർ കൂടി മുഖ്യധാരയിൽ കൊണ്ടുവന്ന് കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് അവർ കൂടി പ്രാമുഖ്യമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളർത്തിയെടുത്താൽ മാത്രമേ കേരളത്തിൽ കോൺഗ്രസ് ശക്തമാകൂ. ഒരു കാരണവശാലും 9% നായർ വിഭാഗമോ 21% ഈഴ വിഭാഗത്തിൽ 80% വോട്ടും LDFിനാണ്. ബാക്കി വളരെ ശക്തിയില്ല. പിന്നെ 15 മാത്രം വരുന്ന ക്രിസ്ത്യൻ സമുദായത്തിലോ അതും 5% ദളിത് ക്രിസ്ത്യാനിയാണ്. ഈ 10% അവരൊക്കെ വളർത്തിയെടുത്തുകൊണ്ട് മാത്രം കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കാൻ പറ്റില്ല. അതാണ് മുസ്ലിം ലീഗാണ് കോൺഗ്രസിനേക്കാൾ ശക്തി എന്ന് പറഞ്ഞ് ആരോപണം വരുന്നത്. അതിനൊക്കെ കാരണം കോൺഗ്രസ് ചില നേതാക്കളുടെ ശ്രദ്ധയോ അശ്രദ്ധയാണോ അതൊരു അറിവില്ലായ്മ അറിയില്ല. കോൺഗ്രസ് കാണിക്കേണ്ടത് മുസ്ലിം ലീഗിന് കൊടുക്കേണ്ട മാന്യത കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പേരൊരു മാറ്റാതിരിക്കട്ടെ. പക്ഷെ അത് കൂടാതെ അവരെക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളു പുറത്താണെന്ന്, അത് കോൺഗ്രസ്സിലുമാണ്. ആ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ പ്രാമുഖ്യം കൊടുത്തല്ലേ അവർക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് ഈ കോൺഗ്രസ്സിൽ വരാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. ഇപ്പം പണക്കാരെ മുസ്ലിങ്ങൾ മുഴുവൻ ലീഗിലേക്ക് പോവാണ്. അവിടെ കുറച്ചുകൂടി എളുപ്പമുണ്ട് കാര്യം സാധിച്ചെടുക്കാൻ പണക്കാർക്ക്. അത് മാറ്റിയിട്ട് കോൺഗ്രസ്സിൽ നിന്നാൽ കൂടി വേണ്ടത്ര പ്രാമുഖ്യം കിട്ടും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ കോൺഗ്രസ്സിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾക്കും മാന്യമായ പ്രാതിനിധ്യമോ അംഗീകാരമോ അവകാശമോ അധികാരമോ കൊടുക്കണം. അത് കോൺഗ്രസ് നശിപ്പിക്കാൻ ഇപ്പം എന്നല്ല, കോൺഗ്രസ് വിരോധം കൊണ്ട് പറയുന്നില്ല. അങ്ങനെ കൊടുത്താൽ കോൺഗ്രസിന് ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വളർച്ചയല്ല, ഇപ്പം ഏണി ചാരിയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. പുറത്തൊരു ആരോപണമുണ്ട്, അതൊരു പരിധി വരെ ശരിയാണ്. അത് മാറ്റിയെടുക്കണമെങ്കിൽ ലീഗിൻ്റെ അപ്രമാദിത്വം, ലീഗിനെ ആശ്രയിച്ചാണ് കോൺഗ്രസ് UDF നിലനിൽക്കുന്നുള്ള ട്രെൻഡ് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കണമെങ്കിൽ ലീഗിന് കൊടുക്കുന്ന പ്രാതിനിധ്യം ന്യായമായിട്ടുള്ള കൊടുത്ത കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബാക്കി അതിനോടൊപ്പമോ അതിനോടുകൂടി കൂടുതലോ കോൺഗ്രസ് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് സ്ഥാനമാൾ കൊടുക്കും. ഇപ്പോൾ ഇലക്ഷൻ വരാണ്, MLA ആണ്, അസംബ്ലി ഇലക്ഷനാണ്, 140 ആണ്. അതിൽ 40% ഉണ്ടെങ്കിൽ 56 സീറ്റ് വരും. 6 വോട്ട്, ഒരു 50 സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. അതിൽ 20 അല്ലെങ്കിൽ 25 മാക്സിമം, അതിൽ ഒരിക്കലും ലീഗിന് കൊടുക്കരുത്. ബാക്കി 35 സീറ്റും മുസ്ലിം സമുദായത്തിലെ കോൺഗ്രസ്സുകാർക്ക് കൊടുക്കണം. എങ്കിലേ കോൺഗ്രസ് ഇവിടെ ശക്തമുള്ളൂ. തന്നെയല്ല, ഇപ്പം ലീഗ് ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. പിന്നെ ബീഹാറിൽ 100ഓളം സീറ്റ് കോൺഗ്രസ് വാങ്ങി 25 സീറ്റ് ജയിച്ചുള്ളൂ, 4 ജയിച്ചുള്ളൂ, 3 ഭാഗം തോറ്റുപോയി. അപ്പോൾ UPയിലൊക്കെ അതിനൊക്കെ നല്ലത് അന്ന് ബീഹാറിൽ ഒരു 50 സീറ്റ് കോൺഗ്രസ് കൊടുക്കുകയും അതിൽ നിന്ന് ഒരു 10-30 സീറ്റ് ജയിച്ചെടുത്തുകയും ചെയ്തെങ്കിൽ അത് വലിയ നേട്ടമായത് ഭരണം കിട്ടിയാലേ. ഇത് ജയിക്കാൻ സാധ്യതയുള്ള പിന്നെ RJയുടെ സീറ്റാണ് കോൺഗ്രസ് കൊടുത്തത്. അവസാനം നിൽക്കാൻ പോലും സ്ഥാനാർത്ഥി ഉണ്ടായില്ല. ഇതേ അവസ്ഥ മുസ്ലിം ലീഗിന് അങ്ങനെ അധികം സീറ്റ് കൊടുത്താൽ പറ്റിയ സ്ഥാനാർത്ഥികൾ ഇല്ലെങ്കിൽ അത് അപകടം ഉണ്ടാകും. മറിച്ച് ഒരു 20 സീറ്റ് ലീഗിന് കൊടുക്കുക, മാക്സിമം ഒരു 15-18 പേര് ജയിപ്പിച്ചെടുക്കുക, അതാണ് നല്ലത്. എത്ര സീറ്റിൽ നിന്ന് മത്സരിച്ചു എന്നുള്ളതല്ല, നമുക്ക് ഇലക്ഷനിൽ എത്ര വോട്ട് കിട്ടിയതുള്ളതല്ല, ഇലക്ഷനിൽ എത്ര സീറ്റ് കിട്ടിയതാണ്. ഒരു വോട്ട് ജയിച്ചാലും മതി, ആ സീറ്റാണ്. അവിടെ സീറ്റ് എണ്ണത്തിന് പ്രസക്തിയുള്ളൂ. അതിലേക്ക് ഇത്ര വോട്ട് കിട്ടി, ഞങ്ങൾ തമ്മിൽ വ്യത്യാസം 1% എന്ന് മറ്റു കാര്യമില്ല. അസംബ്ലി ഇലക്ഷനിൽ, പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരു വോട്ടും ജയിച്ചാലും ജയിച്ച ആളുടെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം ലീഗിന് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യമോ അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലുള്ള വ്യാകുലതയോ വേണ്ട. മറിച്ച് അവരെ നമ്മൾ കൂടെ നിർത്തിയിട്ട് ന്യായമായ അംഗീകാരം കൊടുത്ത് അവരെ ബഹുമാനിക്കാനും കുഴപ്പമില്ല. പക്ഷെ ബാക്കി പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് സ്ഥാനമാനം കൊടുത്ത് അവരെ കൂടി വളർത്തിക്കൊണ്ടുവരണം. എങ്കിലാണ് കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് സുരക്ഷാവുള്ളൂ, കോൺഗ്രസ് വളരൂ, കോൺഗ്രസ് ശക്തമാകും. ഇപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒരു ധാരണ എത്തി. ഞങ്ങൾ അന്ന് പറഞ്ഞു, ഈ ധാരണ എത്തി അന്ന് എൻ്റെ ഇതേ ചാനൽ പറഞ്ഞു, മുസ്ലിയാർക്ക് ബോണയും ബ്രെഡ് കൊടുത്തപ്പോൾ അത് ബേക്കൺ ഫാക്ടറിയിൽ നിന്ന് കയറി വന്നാണ്ട് ലോറി, അത് അവിടെ ബേക്കൺ ഫാക്ടറി പന്നി വിൽപ്പനാണ്. അപ്പോൾ പന്നിയുടെ എണ്ണയായിരിക്കും, സംശയം വെച്ച് കഴിച്ചില്ല എന്ന് പറഞ്ഞ് ഞാൻ നേരെ മേടെ പുരട്ടി കയറി പൈസാനെ കണ്ടു. പൈസാറ് കാര്യം പറഞ്ഞ്, എൻ്റെ പൊന്നിഷ്ട, നിങ്ങൾക്ക് പന്നി മാംസം മാത്രമേ നിഷിദ്ധുള്ളൂ, ഞങ്ങളെ സംബന്ധിച്ച് ഒരു മൃഗക്കുഴപ്പം ഇഷ്ടമല്ല, അപ്പോൾ ഞങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ച പോലെ ഇവിടെ SNDP മുസ്ലിം ലീഗിനും പിന്നെ
ഷെഡ്യൂൾഡ് കാസ്റ്റ് ബന്ധപ്പെടാൻ വളരെ പ്രയാസമുള്ള എളുപ്പമാണ്. പക്ഷേ ഈ സവർണ വിഭാഗവും പിന്നോക്ക വിഭാഗവും ബന്ധപ്പെട്ട് വളരെ പ്രതിസന്ധിയാണ്, വളരെ പ്രയാസമാണ്, ചേരില്ല. അത് മോരേ നിൽക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് 23 ആഴ്ച പോലും ആയില്ല. എത്ര ശരി ഇത് വെള്ളാപ്പള്ളി പണിക്ക്, രമേശ് മറ്റേ NSS പണിക്ക് കട്ടായി. കാരണം യോജിക്കുക പോലും ബന്ധുക്കുള്ളൂ. അതിന് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. അങ്ങനെ യോജിക്കണമെങ്കിൽ സംഘപരിവാർ പോലെ ഹിന്ദുക്കളിൽ ഒന്നാവണമെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുക എല്ലാവർക്കും കൂടുതൽ കൊടുക്കുക, പുലയനും പറയാനൊക്കെ കൊടുക്കുക. ഇത് കൊടുക്കുമോ? കൺവെർട്ട് ചെയ്ത ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനായിട്ട് അംഗീകരിക്കാൻ ഇവിടുത്തെ പുരോഗമനവാദികൾ എന്ന് പറയുന്ന കത്തോലിക്ക സഭ സമ്മതിക്കല്ല. പിന്നെയാണോ ഈ ആർഷഭാരതം പറയുന്നത്, സവർണ ഇത് പറയുന്നത് ബ്രാഹ്മിൻസ് ഈ പുലയനും തെലുങ്ക അംഗീകരിക്കും മാത്രം അവർ അടുപ്പിക്കുമോ, സംസാരിക്കുമോ? കാരണം അന്ന് ഏറ്റവും വലിയ ബ്രാഹ്മണനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു ശങ്കർദയ ശർമ്മ. 125 130 MP എന്നിട്ട് അദ്ദേഹം കാണാൻ പറഞ്ഞു, നിങ്ങൾ 1-2 MP വന്നാൽ മതി. 134 പേര് പലരൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ടായിരുന്നു, 2 പേര് ക്ഷണിച്ചു. അത് കോൺഗ്രസ് നിന്ന് വലിയ സത്യസന്ധനായ ഒരു നല്ല ബ്രാഹ്മണൻ, യാതൊരു കളങ്കമില്ലാത്ത ആള്. ഇതാണ് അവസ്ഥ. ബ്രാഹ്മിൻസിനും ദളിതരൊന്നും യോജിക്കാൻ പറ്റില്ല. അത് കണ്ട് അജഗജാന്തര വ്യത്യാസമാണ്. അത് നൂറ്റാണ്ടുകളത്തെ പാരമ്പര്യ ഇത്. അപ്പം അതുപോലെ എന്നിട്ടും വെള്ളാപ്പള്ളി നടേശന് അവാർഡ് കൊടുത്തു. വെള്ളാപ്പള്ളി നടേശന് അവാർഡ് കൊടുക്കാൻ എന്തിൻ്റെ മാനദണ്ഡം? കാരണം ഒരു അവാർഡൊക്കെ വാങ്ങുന്നയാൾ അവർ 2-3 കാര്യങ്ങൾ പറയേണ്ടി വരുന്നു. ഒന്ന്, മോഹൻലാൽ ഏതോ ഒരു സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ പട്ടാളത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ സ്ഥാനമാനം കൊടുത്തു. അതെങ്ങനെ ശരി? 25, 30, 40, 40 വർഷക്കാലം കഷ്ടപ്പെട്ട് ട്രെയിനിങ്ങിലൂടെ, പരിശീലനത്തിലൂടെ, പ്രവൃത്തിയിലൂടെ കഷ്ടപ്പെട്ട് വരുന്ന പട്ടാൾക്കാർക്ക് കൊടുക്കേണ്ട അങ്ങനെയുള്ള അവാർഡുകൾ ഏതോ ഒരു സിനിമയിൽ പട്ടാള വേഷം ധരിച്ചു പിന്നെ തീവ്രവാദികളെ കൊന്നു എന്നതിൻ്റെ പേരിൽ ആ സ്ഥാനം കൊടുത്താൽ ആ സ്ഥാനത്തിന് വില കുറയാണ്. പിന്നെ ഒരു സിനിമ നടൻ, പട്ടാൾക്കാരുടെ സിനിമ നിർമ്മാതാവുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ ഇങ്ങനെ കാർഗിൽ സിനിമയിൽ ഞങ്ങൾ അവിടെ പോയി സൈറ്റിൽ പോയി പിടിച്ചത്. അന്ന് ഞാൻ ഡൽഹിക്ക് പോകുന്ന വഴിക്ക് ഒരു സീനിയർ പട്ടാൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ട്രെയിനിൽ പോയത്. ഞങ്ങൾ 2 ദിവസം നിന്ന്. അപ്പോൾ അവർ പറഞ്ഞ് കാർഗിലായിട്ട് യാതൊരു ബന്ധം ആ സിനിമയ്ക്കും ഇല്ല, അവരാരും കാർഗിൽ വന്നിട്ടില്ല, അവർ വേറെ സ്റ്റേജ് ഇട്ടിട്ട് എന്നെ സൈറ്റ് ഉണ്ടാക്കി അവിടെ ഷൂട്ട് ചെയ്താണെന്ന് പറഞ്ഞു. അപ്പോൾ നുണ പറയുന്നതാണ്. അതുപോലെ വെള്ളാപ്പള്ളി കൊടുത്തത് അതിൻ്റെ കാരണം ബീഹാർ ഇലക്ഷൻ വന്നപ്പോൾ അവിടെ വോട്ട് കിട്ടാൻ വേണ്ടി BJP കർപ്പൂരി ഠാക്കൂറിന് അവാർഡ് കൊടുത്തു. കർണാടകയിൽ SM കൃഷ്ണയ്ക്ക് കൊടുത്തു. പിന്നെ UP-യിലാണെങ്കിൽ നമ്മുടെ ആ കർഷക പ്രധാനമന്ത്രി ഉണ്ടല്ലോ ചരൺ സിംഗ്, ഇപ്പോൾ പേര് ചരൺ സിംഗിൻ്റെ മരണാനന്തരം കൊടുത്തു. ഇപ്പോൾ ഇത് കേരളത്തിൽ അച്യുതാനന്ദന് അവാർഡ് കൊടുത്തു. ഇതാണ് അസംബ്ലി ഇലക്ഷൻ വരെയാണ് 2 മാസത്തേക്കാം, 60-70 ദിവസത്തേക്ക് വോട്ടെടുപ്പ് വരെയാണ്. ഇതെല്ലാം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ യാതൊരു തത്വദീക്ഷയില്ല. പണ്ട് ഒരു ഭാരത് അവാർഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അവാർഡൊക്കെ എന്തൊരു മഹത്വം, എന്തൊരു വിലയാണ്. ഇന്ന് അതെല്ലാം വെറുതെ കളഞ്ഞ്. ഏതുപോലെയാണ് 2ാം ലോകമഹായുദ്ധത്തിൽ പട്ടാൾക്കാർക്ക് കിട്ടാൻ വേണ്ടി നോട്ട് അടിച്ചിറക്കി, ഒരു കടലാസ് പോലെ പട്ടാൾക്കാർക്ക് 1000കണക്കിന് നോട്ട് കൊടുത്ത് അവർ സീറ്റ് വാങ്ങിച്ചാൽ അന്ന് 100 കൊടുത്ത് ബാക്കി വാങ്ങിക്കില്ല. കാരണം കടലാസ് വില പോലും ഇല്ല. അങ്ങനെ വിലയില്ലാതാക്കി കളഞ്ഞ പോലെ ഇന്നിപ്പോൾ ഈ മോഡി ഗവൺമെൻറ്, ഇന്ദിരാഗാന്ധി കാലത്ത് തുടങ്ങി വെച്ചു, ഇപ്പോൾ മോഡി ഗവൺമെൻറ് പൂർത്തിയാക്കി. അവാർഡുകൾക്ക് യാതൊരു വിലയില്ല, വെറും സ്വാർത്ഥ താല്പര്യത്തിനും സംഘപരിവാർ അനുകൂലികൾക്കുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാത് രാജ്യം പാർട്ടി ഭരിക്കുമ്പോൾ അവർ ആൾക്കാർക്ക് ചില നേട്ടങ്ങൾ കൊടുക്കും, അത് കുറ്റം പറയാൻ പറ്റില്ല, നമ്മളാണ് ചെയ്യും. പക്ഷേ എങ്കിലും കുറച്ചുകൂടിയൊക്കെ നോക്കണം. ഇത്രയും 10, 200, 300 കേസിൽ കിടക്കുന്ന പ്രതി, കോടികളിൽ അഴിമതി നടത്തിയെന്ന് പറഞ്ഞാൽ അങ്ങ് തട്ടിപ്പഴത്തി കൊലപാതക കേസിൽ പെട്ടയാൾ, അങ്ങനത്തെ നീചമായ രീതിയിൽ പറയുന്ന ഒരാൾക്ക് ഇതുപോലെ വിലയേറിയ അവാർഡ്, അത് മമ്മൂട്ടി കൊടുത്ത അതേ ഗതിയിൽ. മമ്മൂട്ടി ഇത് സിനിമ എന്നല്ല, സിനിമ അക്കാര്യത്തിൽ പുള്ളി പ്രഗത്ഭരാണ്. വെള്ളപ്പള്ളി ഏത് കാര്യത്തിലാണ് പ്രഗത്ഭൻ? മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ വർഗീയത പറയുന്നതല്ല. എന്താണ് വെള്ളപ്പള്ളി ലോകത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി ചേരിക്കുന്നത്? അപ്പോൾ അത്രയും വില കുറച്ച് കാണിക്കുകയാണ്. ഇതൊക്കെ വളരെ മോശമല്ലേ മോഡിജി അല്ലെങ്കിൽ മോഡീസൊക്കെ. ഇനി ഈ ഇവർക്ക് അവാർഡ് കൊടുത്തത് കേരള ഗവൺമെൻറ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. കേരള ഗവൺമെൻറ് അറിയാതിരിക്കുമോ?
സ്റ്റേറ്റ് ഗവൺമെൻറ് ലിസ്റ്റ് അനുസരിച്ചാണ്. അതിൽ ഭേദഗതി വരുത്താൻ അവകാശം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്. എങ്കിലും കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കാതെ ഒന്നും കേരളത്തിൽ ഒരാൾ കൊടുക്കില്ല. അപ്പോൾ ഇതിൽ പിണറായി വിജയനും മോഡി സഖാവും മോഡിജിയും അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് വോട്ട് ബാങ്കിന് മാത്രം കൊടുത്താണ് ഈ വെള്ളാപ്പള്ളിക്കും പിന്നെ അതിനുശേഷം മറ്റേ അച്യുതാനന്ദനേക്കാളൊക്കെ ഒരു പരിധിവരെ പേരും പെരുമയ്ക്കുള്ള ആളാ എന്നുള്ള ശങ്കർ നമ്പടി പാടും. EMS ഇതേക്ക് വലിയ ഭാരത് അവാർഡ്, ഇതേക്ക് വലിയ അവാർഡ് കൊടുത്ത് അദ്ദേഹം സ്വീകരിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും ഇതുപോലത്തെ ഭൂഷ അവാർഡ് സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം സ്വീകരിച്ചില്ല. ഈ അച്യുതാനന്ദന് കൊടുത്ത അവാർഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുമോ? പിണറായി വിജയൻ എന്ത് സപ്പോർട്ട്, പിണറായി വിജയൻ്റെ ആൾക്കാർ സപ്പോർട്ട് ഉണ്ട്, ആശംസ പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറിയൊക്കെ എവിടെ എത്തി? കമ്മ്യൂണിസ്റ്റ് എന്നുകൊണ്ട് എവിടെ എത്തി? എത്ര ആഴത്തിൽ, എത്ര മോശമായിട്ട്, എത്ര വികൃതമായിട്ട്, എന്താ പറയുക? അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കുടുംബത്തെ രക്ഷിക്കാനും പിണറായി സഖാവിൻ്റെ കുടുംബത്തെ രക്ഷിക്കാനും വേണ്ടി സംഘപരിവാറിന് ആ പ്രസ്ഥാനങ്ങളെ അടിയറ വെച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും അത് അതിൻ്റെതായ സ്റ്റാറ്റസ് ഇല്ലേ, ഒരു അഭിമാന അന്തസ്സൊക്കെ ഇല്ലേ. കോൺഗ്രസ് പോലെ BJP പോലെ അല്ലോ. അതെല്ലാം കളഞ്ഞു പൊടിച്ച് പിണറായി സഖാവ് എന്നൊരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ആ പ്രസ്ഥാനം ഇല്ലാതാകാൻ പോകും. സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്. ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ ഇതുപോലെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ വേറൊരു കാര്യം പറയാം. അഭിമന്യു കൊലപാതകം, അതിന്റെ കാര്യം ഇപ്പൊ തർക്കമല്ല. 100 കോള് എറണാകുളം ടൗണിൽ നിന്ന് മഹാരാജ് കോളേജ് ചുറ്റിപ്പറ്റി അഭിമന്യു വിളിച്ചിട്ടുണ്ട് ഏതാനും മണിക്കൂറിൽ. 100 കോള്. ഈ 100 കോള് എവിടുത്തെ വിളിച്ചതെന്ന് അറിഞ്ഞാൽ അത് തന്നെ അറിയാലോ. അപ്പോൾ ആരാണ് കുറ്റവാളിയത്? ആ കോളൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഏതോ ഒരു വാടക കൊലയാളി അവൻ്റെ പേരിൽ പിടിച്ച് അവന് കോടികൾ കൊടുത്ത് അവൻ്റെ ജയിലിലിട്ടോ അതൊക്കെ ചെയ്ത് അങ്ങനെ പോയി. ഒന്നെടുത്തല്ലേ. തകർന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിമന്യുവിൻ്റെ മരണത്തിന് ശേഷമല്ലേ കോളേജിലേക്ക് ഒരു അനക്കം വന്നത്? സംശയമുണ്ടോ? ഇനി ആരൊക്കെ കൊല്ലും? ഇപ്പം സംഘപരിവാരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോജിപ്പില്ലാതെ അറിയിക്കാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇപ്പം തലശ്ശേരിയിൽ കണ്ണൂരിൽ തലത്ത് ഒരു അടി ഉണ്ടായി. ഇനി അടി ഉണ്ടാവും, എത്ര പേര് ചാവും എന്നൊക്കെ ആർക്കറിയാം. ഇങ്ങനെയാണ് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക എന്ന് പറയുമ്പോൾ എളുപ്പ വഴിയിൽ അധികാരം നിലനിർത്താൻ വേണ്ടി അല്ലാതെ ദീർഘമായി വീഴ്ചതോടിയൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നില്ല, ചെയ്യുന്നില്ല. അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബർണാഷവല്ലേ, ഐ ലൈക്ക് ഇസ്ലാം, ഐ ഹേറ്റ് മുസ്ലിം. ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നു, മുസ്ലിങ്ങൾ വെറുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പോളിസി ശരിയാണ്, പക്ഷേ പ്രാക്ടിക്കൽ ശരിയല്ല. അതുപോലെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാക്ടിക്കൽ ഇപ്പോൾ ശരിയല്ല. തികച്ചും തെറ്റായ ദിശയിൽ കൂടിയാണ് വണ്ടി ഓടുന്നത്. ചോദ്യം ഒരാൾ പോലും ഇല്ല, ഒരാളുമില്ല. നമ്മൾ ഇന്നലെ പാത്രം കഴുകാൻ്റെ ബേബി സഖാവ് ചെന്നപ്പോഴും അത് വീഡിയോയിൽ എടുത്ത് പകർത്തി. അത് ഞാൻ പറഞ്ഞു സംശയം. അങ്ങനെ ചെയ്തെങ്കിൽ എന്തിനാണ് അത് വീഡിയോയിൽ എടുത്ത് പകർത്തി പരസ്യം കൊടുക്കുന്നത്? അത് മോശമല്ലേ? തന്നെയല്ല, നമ്മളൊരു വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നാൽ ആ വീട്ടിലെ പെണ്ണുങ്ങളുടെ കൂടെ അടുക്കളയിൽ പോയി പാത്രം കഴുകലാണോ നമ്മുടെ പണി? അത് ഗസ്റ്റ് വേണോ? നമ്മൾ സ്വന്തം വീട്ടിൽ ഗസ്റ്റ് അല്ല, അവിടെ മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കൊണ്ട് ഒരു കുഴപ്പമില്ല മാത്രം നല്ലതുമാണ്. പക്ഷെ ഗസ്റ്റായിട്ട് ഒരു വീട്ടിൽ കയറി പാത്രം കഴുകി വീഡിയോ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര ചീപ്പ് പോപ്പുലാരിറ്റിയാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പൊളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറിയൊക്കെ ഇനി എന്ത് പ്രചരണം അവർക്ക് വേണ്ടത്? കിട്ടാത്ത പായസം പ്രചരണമായില്ലേ? പൊളിറ്റ് ബ്യൂറോ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് എന്താണ്? വലിയ പ്രചരണമല്ലേ? എന്നിട്ട് ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചെയ്യപ്പോഴ് പാർട്ടി പൊതുജനങ്ങളിടയിൽ സംശയം മുന്നിൽ നിൽക്കാണ്. എന്നാൽ ഒരു സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥി, ഞാനാണ് ഇവിടുത്തെ ഒരു പാർട്ടി മുന്നണിയുടെ സ്ഥാനാർത്ഥി പരസ്യം കൊടുത്തത്. അതൊക്കെ മോശമല്ലേ? അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളല്ല കൊടുക്കേണ്ടത്. അതായത് മറിയത്തിന് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ മറിയം പറയണം അത് തോമസ് അതിന് വിലയില്ല. തോമസ് പറയണം ആ മറിയത്തിന് വയറ്റിൽ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ്, അപ്പോഴേ മറിയത്തിന് വിലയുള്ളൂ. അതുപോലെ സ്ഥാനാർത്ഥി നിർണയം യൂണിറ്റ് താഴെ കടയിൽ നിന്ന് മുകളിലേക്ക് റിപ്പോർട്ട് വേണം, നമ്മൾ സ്വയം പറയല്ല. അപ്പം അതൊക്കെ തെറ്റാണ്. അതുപോലെ കൊച്ചായി പോകല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രശ്നങ്ങൾ? അത് കൊച്ചായിട്ട് പോകല്ലേ? എത്ര വ്യത്യസ്തമാണ് കാര്യങ്ങളിൽ കിടപ്പ്. അവാർഡ് കൊടുക്കുന്നതിൽ വെറും രാഷ്ട്രീയമായിട്ട് അതമ്പതിച്ചാൽ വരും തലമുറ ഇതൊക്കെ ഫയലിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഏതുപോലെ എന്നറിയോ? നമ്മുടെ കൽക്കട്ടയിൽ നിന്ന് തലസ്ഥാനം വീണ്ടും ഡൽഹിക്ക് മാറ്റിയപ്പോഴേ
അതിനുവേണ്ടി ശ്രമിച്ച അന്നത്തെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കളും ചമ്പൽ താഴ്വര വഴിയാണ് പോയത്. ആ ചമ്പൽ താഴ്വരയിലാണ് ഇത് തുടങ്ങിയെങ്കിൽ ഈ 100 വർഷം ന്യൂയോർക്കിനൊക്കെ വലിയ പട്ടണമായി വന്നേനെ. ഇന്നിപ്പോൾ ഡൽഹിയിൽ എന്താണ് ലോകത്തെ ഏറ്റവും വലിയ വായുമലിനീകരണ സ്ഥലം ഡൽഹി, ഏറ്റവും നമ്പർ 1. ഞങ്ങൾക്ക് കമ്മിറ്റിക്ക് രാവിലെ വൈകിട്ട് പോരാണ്, പറ്റൂല അവിടെ, അത്ര കണ്ട് അസംബന്ധിച്ചു ഈ വായുമലിനീകരണമൊക്കെ. അപ്പോൾ ഇന്നത്തെ തലമുറ ആ തലമുറ ചോദിക്കണുണ്ടോ? അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സെക്രട്ടറി അനക്സെങ്കിലും മധ്യകാലത്ത് മാറ്റി ട്രിവാൻഡ്രത്തെ പൊല്യൂഷൻ കുറക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ തലമുറ നമ്മളോട് ചോദിക്കും, നിങ്ങൾ വലിയ പരിഷ്കാരിയും ദീർഘവീക്ഷ ആൾക്ക് ഏതെങ്കിലും മൊയ്തീൻ ഷാ സാഹിബേ, നിങ്ങൾ എന്താണ് ഇത് പറയാതെന്ന് ചോദിക്കുക. അത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്നത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJP ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന ആ ശ്രദ്ധേയമായ അശ്രദ്ധ പോലെ കാണിച്ചാൽ വരും തലമുറ അന്നത്തെ ഭരണാധികാരിയെ ചോദ്യം ചെയ്യും. പിണറായി സഖാവിനെ ചോദ്യം ചെയ്യും, മോഡിയെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യാതെ വിടുന്ന കാലമില്ല. ഒരുപക്ഷെ അപ്പോഴൊക്കെ അവർക്ക് മൺമറഞ്ഞു പോയിരിക്കും, അവർക്ക് പ്രശ്നമൊന്നുമില്ല. എങ്കിലും സമൂഹം അല്ലെങ്കിൽ പാർട്ടി സമാനത്വം വേണം. ഇതെല്ലാം ഒരു കച്ചവട മനസ്സിലായി, കച്ചവട മനസ്സ്. യാതൊരു തത്വദൃഷ്ടിയില്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി അവാർഡ് കൊടുക്കുക, ആരും ബന്ധമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദയവ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും BJP ആണെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ നേതാക്കളെ നിങ്ങൾ വലിയ നേതാക്കളൊക്കെയാണ് നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ മിതത്വവും മര്യാദയും പാലിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.